മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുസഭ ഇന്ന് വിശുദ്ധ അഗസ്റ്റിന്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. അഗസ്റ്റിന്റെ ജീവിതം നമ്മുടെ മുൻപിലുള്ള വലിയൊരു സാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം തിന്മയിൽ കഴിഞ്ഞാലും വലിയ വിശുദ്ധനാകാനുള്ള സാധ്യത നിന്റെ മുൻപിലുണ്ട് എന്ന് അഗസ്റ്റിന്റെ ജീവിതം പഠിപ്പിക്കുക. മനിക്കേൻ പാഷണ്ഡതയിൽ അകപ്പെട്ട് അശുദ്ധ പാപങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അഗസ്റ്റിൻ. എന്നാൽ അവന്റെ അമ്മയുടെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയും വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗങ്ങളും വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളും അവന്റെ ജീവിതത്തെ മാറ്റി. നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിതത്തിലെ ചില അശുദ്ധ പാപങ്ങളിൽ കെട്ടുകിടക്കുന്നവരായിരിക്കാം. രക്ഷയില്ലെന്ന് കരുതി ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? പാപത്തിൽ നിന്ന്, മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന്, തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റമില്ല എന്ന് കരുതി ആരെങ്കിലും നിൽക്കുന്നുണ്ട് എങ്കിൽ ദൈവവചനത്തിലേക്ക് നിന്റെ ജീവിതത്തെ തിരിച്ചാൽ നിന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകുമെന്ന് വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. ഇന്നലെ വരെ കഴിഞ്ഞ വഴികളെ ദൈവം മറക്കാൻ സന്നദ്ധനാ. ആ വഴികളെ ദൈവം നിന്റെ ജീവിതത്തിൽ മാറ്റാൻ തയ്യാറാ. നീയും കൂടെ പരിശ്രമിച്ചാൽ മതി. നിനക്കൊരാഗ്രഹമുണ്ടെങ്കിൽ, ക്രിസ്തു സ്നേഹത്തിലേക്ക് കടന്നു വരാൻ നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ക്രിസ്തുവിന്റെ കരുതൽ നിനക്ക് ലഭിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഇന്നലകളുടെ വഴിയെ മറക്കുക, ഉപേക്ഷിക്കുക. ഈശോയിലേക്ക് നീ അടുക്കുക. വിശുദ്ധിയുടെ വഴിയിലേക്ക് നീ കടന്നു വരിക. നിനക്ക് വലിയ വിശുദ്ധനാകാനുള്ള സാധ്യത ദൈവം നിന്റെ മുൻപിൽ തുറന്നിട്ടിരിക്കുക. അനുഗ്രഹത്തിന്റെ വഴി കർത്താവ് നിന്റെ മേൽ ചൊരിയും. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ തിന്മയിൽ കഴിഞ്ഞിരുന്ന അഗസ്റ്റിനെ വിശുദ്ധ അഗസ്റ്റിനാക്കി മാറ്റിയതിന്റെ പിന്നിൽ ഒരമ്മയുടെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെ കഥ കൂടിയുണ്ട്. നല്ല അപ്പനും അമ്മയും ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം തകരില്ല. നല്ല അപ്പനും അമ്മയും ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം തകരില്ല. മറക്കരുത്. നമ്മൾ അപ്പന്റെയും അമ്മയുടെയും പ്രാർത്ഥനയ്ക്കും അപ്പന്റെയും അമ്മയുടെയും വിശുദ്ധമായ ജീവിതത്തിനും മക്കളുടെ മേൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതം പഠിപ്പിക്കുക. മോനിക്ക പുണ്യവതി തന്റെ മകൻ ഇങ്ങനെ അശുദ്ധ പാപത്തിൽ കിടക്കുമ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ വലിയ മാതൃക ആ മകന്റെ മുൻപിൽ ഈ പുണ്യവതി വെക്കുക. നിരാശയുടെയല്ല, ശാപത്തിന്റെയല്ല, തകർച്ചയുടെയല്ല, വിശുദ്ധിയുടെ, പ്രാർത്ഥനയുടെ, ദൈവസ്നേഹത്തിന്റെ വഴി ഈ അമ്മ മകന്റെ മുമ്പിൽ വെക്കുക. അതും അവന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നിന്റെ മകനോ മകളോ നിന്റെ ജീവിത പങ്കാളിയോ കുടുംബമോ നിന്റെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും വഴിതെറ്റി ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഒരാളുടെ ജീവിതം അത് വിശുദ്ധമായ ജീവിതമാണെങ്കിൽ, പ്രാർത്ഥനയുടെ ജീവിതമാണെങ്കിൽ, ദൈവസ്നേഹ അനുഭവത്തിന്റെ ജീവിതമാണെങ്കിൽ നിന്റെ കുടുംബത്തില്, നിന്റെ ജീവിത പങ്കാളിയിലും മക്കളില് മാറ്റം വരുത്താനായിട്ട് സാധിക്കുമെന്ന് നീ തിരിച്ചറിഞ്ഞുവിടുക. മാതാപിതാക്കൾ നല്ലവരാകണം. മക്കളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ഇടർച്ച ഉണ്ടായെന്ന് വരും. ചില കുടുംബങ്ങളിൽ മാതാപിതാക്കൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴും മക്കളുടെ ജീവിതത്തിൽ ചില ഇടർച്ചകളുണ്ടാവും. പക്ഷെ നിരാശപ്പെടണ്ട. ആ ഇടർച്ചയുടെ നടുവിൽ പോലും ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ നിന്നേ മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിനും ദൈവം ഫലം തന്ന് നിങ്ങളുടെ മക്കളെ വിശുദ്ധിയിലേക്ക് ഉയർത്തും. അതാണ് വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. കാര്യങ്ങളെ യാചനയോടെ പിടിക്കാം. അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമുക്ക് വരാം. നല്ലവരായിട്ട് നമുക്ക് മാറാം. പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. ദൈവവചനം നമ്മെ കീഴടക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, ഇവരുടെ കുടുംബത്തിൽ പ്രാർത്ഥന നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ. ഇവരുടെ മക്കളൊക്കെ അനുഗ്രഹീതരാകട്ടെ. വഴികളിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.